മാർച്ച് മാസം 10 രാത്രി 10 മണിക്ക് ബോസ്റ്റൺ 24 പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യേ വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ കുന്നൽ വിൽസൺ ആണ്. സ്നേഹത്തോടും ബഹുമാനത്തോടും പാസ്റ്ററിനെ ഈ പ്രയർ ലൈനിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സന്ധ്യ സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഒരു പകൽക്കാലം കൂടെ ഞങ്ങളെ വിട്ട് കടന്നുപോയല്ലോ. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളായിരുന്ന സ്ഥലത്തൊക്കെയും കൃപയും കരുണയും ഞങ്ങളോട് കൂടി നിന്ന് സഹായിച്ചു. രാത്രികാലം കർത്താവേ, വീണ്ടും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിവരുത്തി അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന ആവശ്യങ്ങളെല്ലാം അവിടുന്ന് കരുണ കാണിക്കുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. ഈ രാത്രികാലം കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ മുമ്പാകെ ഞങ്ങൾ നിൽക്കുമ്പോൾ എന്റെ ദൈവമേ, കൃപയുടെ മറയിലോട്ട് ഞങ്ങളെ സൂക്ഷിക്കണമേ. അവിടുത്തെ നാമം മഹത്വം എടുക്കണമേ. ജീവിതങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം. കർത്താവെ, ഹല്ലേലൂയ, അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കണം. കർത്താവെ, ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി ദൈവത്തിനും വായിച്ച് സഹായിക്കുന്നവർ പ്രിയപ്പെട്ടവരെയൊക്കെ അവിടുന്ന് സഹായിക്കണം. ഈ പ്രയറിൽ എന്റെ പിൻപിലുള്ള കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും അവരുടെ കരങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. അനേകർ കർത്താവെ അങ്ങയുടെ നാമം അറിയുവാൻ ഈ മീഡിയയിൽ കൂടി അവിടുന്ന് സംഗതിയാക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രികാലം ഞങ്ങളോടൊപ്പം അവിടുത്തെ സാന്നിധ്യമുള്ളതിനാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഈ നല്ല രാത്രിയുടെ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഈ രാത്രികാലം വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കുമല്ലോ. ഇങ്ങനെ ഒരു സാവകാശം എനിക്ക് തന്ന ഇതിന്റെ പിൻപിലുള്ള പ്രിയപ്പെട്ട കുടുംബത്തെ, സിസ്റ്റർ സൂസനെയും കുടുംബത്തെയും ദൈവകരങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും അവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ രാത്രികാലം വീണ്ടും നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വചനത്തിലേക്ക് കടന്നു പോകാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്ക് കുറുവാക്യമായി വായിക്കാം. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 15-ാം വാക്യം. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ആമേൻ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആഴിയതിൻ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ ആഴിയതിൻ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എന്റെ പ്രിയൻ യേശുവുണ്ട് ചേർത്തിടുമേ ഭവനമതിൽ. എന്റെ പ്രിയൻ
ദേശമതേ ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ കാനാൻ ദേശമത് തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആമേൻ. വീണ്ടും ഒരിക്കൽ കൂടെ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാത്രികാലം നമ്മൾ ഒരുമിച്ച് അല്പസമയം ദൈവത്തിന്റെ വചനവുമായി നാം ഒരുമിച്ച് ചിന്തയിലായിരിക്കുമ്പോൾ അത് നമ്മുടെയൊക്കെ ജീവിതത്തിന് അനുഗ്രഹത്തിനും വിടുതലിനും സമാധാനത്തിനും സന്തോഷത്തിനും കാരണമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുറിവാക്യമായി രാത്രികാലം നമുക്ക് വായിക്കുവാൻ വീണ്ടും ഇടയായി തീർന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒരു കൊച്ചു വാക്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നതായ ഒരു പദപ്രയോഗമാണ് ഇവിടെ നമുക്ക് വായിക്കാനായി കഴിഞ്ഞത്. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് 5-ാമത്തെ സെഷനായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ മുൻപിൽ കഴിഞ്ഞ 4 ആഴ്ചകളിലായി ഈ സെയിം വചനത്തിലൂടെ നമുക്ക് വിവിധ വിഷയങ്ങൾ ദൈവത്തിന്റെ ദാനമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയാക്കി തീർത്തതിനെ ഓർത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അതിന്റെ തുടർമാനമായിട്ടാണ് ഈ രാത്രികാലവും നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ഓരോ ദിവസവും നാം ഇത് ചിന്തിക്കുമ്പോൾ, ഓരോ വാക്കുകളും നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ ഉള്ളത്തിൽ ഒരു ആവേശം വർദ്ധിക്കുവാൻ, ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ നമ്മുടെ ഉള്ളത്തിൽ ഒരു സന്തോഷവും ഒരു ആവേശവും കടന്നു വരുവാൻ ഈ വചനധ്യാനത്തിലൂടെ നമുക്കിടയായി തീരുമെങ്കിൽ ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുകയും നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഒരു കുഞ്ഞു വാക്യം, അതിലൂടെ വിശാലമായ അനേകം വഴികൾ നാം ചിന്തിച്ചാൽ നമുക്ക് കാണുവാനായി കഴിയുന്നു. യഹോവയായ ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, തൃത്വത്തിൽ അധിവസിക്കുന്ന ദൈവം തന്റെ സൃഷ്ടി നടത്തുന്ന ആരംഭത്തിൽ തന്റെ കരം കൊണ്ട് മനുഷ്യരായ ആദമിനെ സൃഷ്ടിച്ച് അതിനുശേഷം ഹവ്വായെ പിന്നീട് സൃഷ്ടിച്ച് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരെ സൃഷ്ടിച്ച് ആക്കുവാൻ പോകുന്ന ദേശത്തെക്കുറിച്ച് ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് ദൈവത്തിന് വന്നതുകൊണ്ടാണ് ദൈവം ഈ ഭൂമിയെ പാർപ്പിനു വേണ്ടി സൃഷ്ടിച്ചത് എന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നും നമുക്ക് നേരത്തെ കാണുവാനായി കഴിഞ്ഞു. അപ്പോൾ മനുഷ്യന്റെ സൃഷ്ടി നടക്കുന്നതിന് മുമ്പ് അവന് ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ദൈവം തമ്പുരാൻ ചെയ്ത് അതിന്റെ പണി പൂർത്തീകരിച്ച് നല്ലതെന്ന് കണ്ട ദൈവമാണ് മനുഷ്യനെ തന്റെ കരം കൊണ്ട് സൃഷ്ടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കുന്നത് എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കാണുവാനായി കഴിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചു, മനുഷ്യന് വേണ്ടി ദാനമായി മനുഷ്യന് വേണ്ടി നൽകുവാൻ ദൈവം ആദ്യം ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് നാം കണ്ടു. ആ ഭൂമിയെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ദൈവം മനുഷ്യന് വേണ്ട സകല ക്രമീകരണങ്ങളും ഈ ഭൂമിയിൽ ദൈവമാക്കി മനുഷ്യന് വാസയോഗ്യമാക്കി തീർത്ത ഒരു ഭൂമിയെ, മനോഹരമായ പച്ചപ്പുൽ വിരിച്ച ഒരു ഭൂമിയെ ദൈവം മനുഷ്യർക്ക് വേണ്ടി കൊടുത്തു. ആ ഭൂമിയിൽ നിന്നും മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള സകല ക്രമീകരണങ്ങളും ചെയ്ത ദൈവത്തിന്റെ
വാക്കുകളെ പിന്നീട് സൃഷ്ടിപ്പിൽ നമുക്ക് കാണുവാനായി കഴിയുന്നു. മാത്രമല്ല, ഭൂമിയെ സൃഷ്ടിച്ച ദൈവം ആ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവം സൂര്യനെ സൃഷ്ടിച്ചത് നമുക്ക് കാണാനായി കഴിഞ്ഞു. അപ്പോൾ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന് നാം പറഞ്ഞു തീരാത്ത ദാനം ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ, ആ ഭൂമിയെ ക്രമപ്പെടുത്തി കൊണ്ടുപോകുവാനും ഭൂമിയിൽ ജീവൻ നിലനിൽക്കുവാൻ വേണ്ടി ദൈവം ഒരു സൂര്യനെ സൃഷ്ടിച്ചാക്കി അതിനുവേണ്ടി ഒരു പ്രത്യേക ദൂരത്തിൽ സൂര്യനെ ആക്കി വെച്ചു എന്ന് നമുക്ക് വിശദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനായി കഴിഞ്ഞു. ആ സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യന്റെ ഊർജം ഈ ഭൂമിയുടെ നിലനിൽപ്പിനും ഭൂമിയിൽ ഉള്ളതായ സകല ജീവജാലങ്ങൾക്കും ഇവിടെയുള്ള പക്ഷികൾക്കും മൃഗങ്ങൾക്കും പറവജാതികൾക്കും ഇഴജന്തുക്കൾക്കും മാത്രമല്ല ഇവിടെയുള്ള പച്ചപ്പുല്ലിനും മരങ്ങൾക്കും ഒക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സൂര്യൻ അത്യാവശ്യമായിരുന്നത് കൊണ്ട് ദൈവം സൂര്യനെ സൃഷ്ടിച്ച് മനുഷ്യന്റെ ക്രമീകരണത്തിന് വേണ്ടി അതിനെ സൃഷ്ടിച്ചു. അതോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, പറഞ്ഞു തീരാത്ത ദാനമോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പിന്നീട് നമ്മൾ കണ്ടത് ഈ ഭൂമിയും മാത്രമുണ്ടായാൽ പോരാ, സൂര്യൻ മാത്രമുണ്ടായാൽ പോരാ, മനുഷ്യന് വേണ്ടി ദൈവം ദാനമായി നൽകിയ മറ്റൊരു വസ്തുതയായി നമുക്ക് വായുവിനെ അല്ലെങ്കിൽ ഓക്സിജനെ നമുക്ക് കാണാനായി കഴിഞ്ഞു. ദൈവം സൗജന്യമായി നമുക്ക് തന്നതായ ഒരു വസ്തുത. ആ സൗജന്യമായി തന്ന വായു അല്ലെങ്കിൽ ഓക്സിജൻ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ, ഭൂപരപ്പിൽ ഇല്ലായിരുന്നു എങ്കിൽ മനുഷ്യന് ഭൂമിയിൽ നിലനിൽക്കുവാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് അതോർത്ത് പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ വിശദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. മാത്രമല്ല, ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നാം കണ്ടു, ഭൂമിയിൽ 2 ഭാഗത്തിലധികവും വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. മാത്രമല്ല, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ ശരീരത്തിലും 2 ഭാഗത്തിലധികം വെള്ളമാണുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ 2-ലധികം ഭാഗം വെള്ളത്താൽ നിറയപ്പെട്ട ഈ ഭൂമിയിൽ നിന്നും മണ്ണെടുത്തതിന് മയം കൊടുത്ത് അതിനെ സ്വന്തം കൈകൊണ്ട് മനുഷ്യന്റെ രൂപമുണ്ടാക്കി അവന്റെ ഉള്ളിൽ ജീവശ്വാസം കൊടുത്ത് ജീവനുള്ള ദേഹിയാക്കി ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തി എടുത്തപ്പോൾ മനുഷ്യന്റെ ശരീരത്തിലും 2-ലധികം ഭാഗം വെള്ളം കൊണ്ട് നിറച്ച ദൈവത്തെ നമുക്ക് കാണാനായി കഴിയും. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യന് ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ദൈവം സൗജന്യമായി നമുക്ക് തന്ന വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ആഹാരം കഴിക്കാതെ കുറച്ചു ദിവസം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. എന്നാൽ കുടിക്കുവാൻ വെള്ളമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ജീവൻ അത്യാവശ്യമായിരിക്കുന്നു വെള്ളം. അതുകൊണ്ട് പറഞ്ഞു തീരാത്ത ദാനമോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ വിശദമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. മാത്രമല്ല, പിന്നീട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഈ ഭൂമിയിൽ ഉള്ള സകല ക്രമീകരണങ്ങളും മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി, അവന്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, മനുഷ്യൻ പെറ്റുപെരുകി ഭൂമിയിലൊക്കെയും നിറവാൻ ദൈവം കൽപ്പന കൊടുത്ത് മനുഷ്യനെ ആക്കിയപ്പോൾ അവന് വേണ്ട സകല ക്രമീകരണങ്ങളും ചെയ്തെടുത്ത ദൈവത്തിന്റെ ആ വലിയ കരത്തിന്റെ പ്രവൃത്തി കണ്ട് ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു ശമരിയ സ്ത്രീയോട് പറഞ്ഞ ഒരു പദപ്രയോഗം, നീ ദൈവത്തിന്റെ ദാനം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സംസാരിക്കുന്ന ഞാനും ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിയും കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരും നമ്മളെല്ലാവരും ദൈവത്തിന്റെ ദാനമായിരിക്കുന്നു. ആ ദൈവത്തിന്റെ ദാനമായി നാം ആയിരിക്കുന്നത് കൊണ്ടാണ് ഈ രാത്രികാലവും ജീവനോടെ ഈ ദൈവത്തിന്റെ വചനം നമുക്ക് ശ്രവിപ്പാനായി കഴിയുന്നത്. നാം ദൈവത്തിന്റെ ദാനമായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്ര അത്ഭുതകരമായി വചനം പറയുന്നു, സങ്കീർത്തനത്തിൽ പറയുന്നു, ഭയങ്കരവും അതിശയവുമായി നീ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശദമായി ചിന്തിച്ചു. ആ സൃഷ്ടിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എത്ര ഭയങ്കരമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ നമുക്കത് മനസ്സിലാക്കാനായി കഴിഞ്ഞു. കുറഞ്ഞ അല്ലെങ്കിൽ വിലയില്ലാത്ത അവയവം എന്ന് നാം ചിന്തിക്കുന്നവയ്ക്ക് പോലും ദൈവം തമ്പുരാൻ അതിന് മാന്യത കൊടുത്ത് മാന്യമായി നമ്മുടെ ശരീരത്തിൽ വെച്ചുപിടിപ്പിച്ച് നമ്മെ ജീവനുള്ള ദേഹിയാക്കി നമ്മെ ആക്കിയെടുത്ത ആ ദൈവ
ദൈവത്തിന്റെ കരം കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യന്റെ ആ രൂപകൽപ്പന ദൈവത്തിന്റെ മനോമുകുരത്തിൽ വന്നത് അത്ഭുതവും ഭയങ്കരവുമായിട്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. ലോകത്തിലുള്ള ഏതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്താലും, ലോകത്തിലുള്ള യാതൊരു കണ്ടുപിടുത്തങ്ങൾ, ഏത് തരത്തിലുള്ള കണ്ടുപിടുത്തം എടുത്താലും അതിലൊക്കെയോ എത്രയോ അപാരമായൊരു നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് മറ്റൊരു മനുഷ്യന് ഇന്ന് വരെ വേറെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുവാൻ കഴിയാത്തത്. മാത്രമല്ല ലോകത്തിൽ സൃഷ്ടാവായി ദൈവം മാത്രമേയുള്ളൂ. മനുഷ്യനാർക്കും യാതൊന്നും സൃഷ്ടിക്കുവാൻ കഴിയില്ല. നിങ്ങൾ സമ്മതിച്ചാലും ശരി, സമ്മതിച്ചില്ലെങ്കിലും ശരി, മനുഷ്യന് യാതൊന്നും സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല. ഒരു വാക്കിൽ ഞാൻ വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നമ്മളൊരു പക്ഷേ പറയും, ആ പറഞ്ഞത് ശരിയല്ല, മനുഷ്യൻ എന്തെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു, എന്തെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്നു, എന്തെല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്നു. ശരിയാണ്, മനുഷ്യൻ ധാരാളം വസ്തുക്കൾ മനുഷ്യന് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയതിനെല്ലാം ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണത്തിൽ നിന്നും മനുഷ്യൻ ചിലതൊക്കെ ഉണ്ടാക്കുവാൻ മനുഷ്യനിടയായി തീർന്നു. മറ്റൊരു വാക്കിൽ അതിനെ എടുത്തിട്ടാൽ ഉള്ള ഒരു വസ്തുവിന് രൂപഭേദം വരുത്തി മറ്റൊരു വസ്തുവാക്കി എടുക്കുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയും. പക്ഷേ ഇല്ലായ്മയിൽ നിന്നും യാതൊന്നും സൃഷ്ടിക്കുവാൻ, ഉണ്ടാക്കുവാൻ ഇന്ന് വരെ ലോകത്തിൽ പിറന്ന മനുഷ്യനെന്ന് പേരുള്ള സൃഷ്ടിക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പരമോന്നതനായ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിലാണ് സൃഷ്ടിപ്പ് എന്നുള്ള വിഷയം. മനുഷ്യൻ ഒരിക്കലും സൃഷ്ടിപ്പാൻ കഴിയില്ല, മനുഷ്യന് രൂപഭേദം വരുത്തുവാൻ കഴിയും. മനുഷ്യന് എന്തെങ്കിലും കുറച്ച് വസ്തുക്കൾ, ഒരു തടിക്കഷ്ണം, ഒരു മരം മനുഷ്യന്റെ കയ്യിൽ കിട്ടിയാൽ അതിനെ വെട്ടി താഴെ ഇടുവാൻ, അതിന്റെ സൈഡിലുള്ള തൊലികളെല്ലാം ചെത്തി മിനുസമാക്കി അതിനെ അറുത്തെടുത്ത് അതിനെ ഒരു കസേരയാക്കി, അതിനെ ഒരു മേശയാക്കി, അതിനെ ഒരു ബെഞ്ചാക്കി, അതിനെ ഫർണിച്ചറാക്കി രൂപകൽപ്പന ചെയ്തെടുക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയും. എന്നാൽ ഇല്ലായ്മയിൽ നിന്നും ഒരു മേശ ഉണ്ടാക്കുവാൻ ഒരു മനുഷ്യനും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, ഇനി മേലാലും കഴിയുകയില്ല. അതുകൊണ്ടാണ് സൃഷ്ടാവെന്ന പേര് ദൈവത്തിന് മാത്രമുള്ളതാണെന്ന് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ദൈവം മനുഷ്യനെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പിന്റെ വിവിധ വിഷയങ്ങൾ, വിവിധ രൂപങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിപ്പാനും അതോർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞു. മാത്രമല്ല, മനുഷ്യന്റെ വ്യക്തിത്വം ദൈവം തന്നിരിക്കുന്ന ദാനമാണ്. മനുഷ്യന്റെ വ്യക്തിത്വം ദൈവം തന്നിരിക്കുന്ന ദാനം. അങ്ങനെ ഭൗതികമായ പല ദാനങ്ങൾ ദൈവം തന്നിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാനായി കഴിഞ്ഞു. ദൈവത്തിന്റെ ദാനങ്ങളെ കുറിച്ച്, പറഞ്ഞു തീരാത്ത ദാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മളതിനെ രണ്ടായി വിഭാഗിച്ചിരുന്നു. ഒന്ന് ഭൗതിക നന്മകളും മറ്റൊന്ന് ആത്മീക നന്മകളും. ഇതുവരെ പറഞ്ഞത് ഭൗതിക നന്മകളുള്ള വിഷയം. ആത്മീക നന്മകളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ദൈവം തന്റെ വലത്തുഭാഗത്ത് പ്രമോദിച്ചു കൊണ്ടിരുന്ന തന്റെ പുത്രനായ ക്രിസ്തുവിനെ ദൈവം മനുഷ്യർക്ക് ദാനമായി തന്നു എന്ന് നമുക്ക് കാണാനായി കഴിഞ്ഞു. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ഒരു പിതാവായ ദൈവത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രഗത്ഭമായ വാക്കിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പ്രസക്തമായ ഭാഗം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുവാൻ മധ്യസ്ഥനായി കടന്നു വന്ന തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തെ ദൈവം ദാനമായി നമുക്ക് തന്നു. അതോർത്ത് ഈ രാത്രികാലം നന്ദിയോടെ വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായി തീരട്ടെ. ആ പുത്രനെ, ക്രിസ്തുവാകുന്ന പുത്രനെ, ഏകജാതനായ പുത്രനെ നമുക്ക് ദാനമായി തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ രാത്രികാലം ഇങ്ങനെ ഒരു പ്രേയർ ലൈൻ ഇവിടെ കാണത്തില്ലായിരുന്നു. ഇതിലേക്ക് ആരും കടന്നു വരത്തില്ലായിരുന്നു. ഈ ശബ്ദം, എന്റെ ശബ്ദവീചികൾ ഈ ഫോണിൽ കൂടെ നിങ്ങൾ ആരും കേൾക്കയില്ലായിരുന്നു. കാരണം പിതാവായ ദൈവം എന്നെ സ്നേഹിച്ചത് നിമിത്തം, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചത് നിമിത്തം സ്വന്തം പുത്രനെ
പുത്രനെ ആദരിക്കാതെ എന്നെ ആദരിച്ചത് നിമിത്തം, നിങ്ങളെ ഓരോരുത്തരെയും ആദരിച്ചത് നിമിത്തം, സ്വന്തം പുത്രനെ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ തകർത്ത് കളയുവാൻ പിതാവിന് തിരിഹിതമുണ്ടായി എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് ദൈവത്തിന് ആ ദാനത്തെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. പുത്രനെ ദാനമായി തന്ന ദൈവം അടുത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ ചിന്തിച്ചത് ദൈവം ആത്മാവിന്റെ രക്ഷ നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. ന്യായവിധിയിലേക്ക് ഓടിക്കൊണ്ടിരുന്ന മനുഷ്യൻ, പാപത്തിൽ കിടന്നിരുന്ന മനുഷ്യൻ, പാപത്തിന്റെ കുഴഞ്ഞചേറ്റിൽ കിടന്ന മനുഷ്യൻ, അവനെ അവിടെ ഒന്ന് കരകയറ്റി അവനെ നിത്യമായ ദണ്ഡനത്തിൽ നിന്നും നിത്യമായ നരകത്തിൽ നിന്നും അവന്റെ ആത്മാവിന് രക്ഷ കൊടുക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭമാർന്ന പ്രവൃത്തി, ദൈവത്തിന്റെ പറഞ്ഞു തീരാത്ത ദാനത്തിന്റെ മഹത്വം കഴിഞ്ഞ ദിവസം നമുക്കത് ചിന്തിപ്പാനായി കഴിഞ്ഞു. തുടർന്ന് നമ്മളത് ചിന്തിക്കുമ്പോൾ ഒരപേക്ഷയുണ്ട്. ഇത് ആദ്യം മുതൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുമെങ്കിൽ, ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുവാൻ കഴിയുമെങ്കിൽ ആരംഭം മുതൽ കേട്ടാൽ ഒന്നുകൂടി നന്നായിരിക്കും എന്ന ഒരു വാക്കോടുകൂടെ ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. ഈ രക്ഷ, നമ്മുടെ ആത്മരക്ഷ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനം ആണെങ്കിൽ അത് ക്രിസ്തുയേശുവിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെയും അത് പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ഈ രക്ഷ പ്രാപിക്കുവാൻ മറ്റ് യാതൊരു കണ്ടീഷനുമില്ല. ഈ രക്ഷ പ്രാപിക്കാനുള്ള കണ്ടീഷൻ നമുക്കൊന്ന് വായിക്കാം, ഒരു വേദഭാഗം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കാം. റോമർ 10-ന്റെ 9-ഉം 10-ഉം. റോമർ 10-ന്റെ 9-ഉം 10-ഉം. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിയായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവിടെ വായിക്കുന്നു, യേശു ക്രിസ്തു കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും ദൈവം കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന കണ്ടീഷൻ. ഈ ദാനമായ രക്ഷ നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. യേശു ക്രിസ്തു കർത്താവാണെന്ന് നീ വിശ്വസിക്കുക മാത്രമല്ല, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായി അംഗീകരിക്കണം. രക്ഷകനായി അംഗീകരിച്ചാൽ മാത്രം പോരാ, പാപത്തിൽ നിന്നും രക്ഷിക്കുന്ന രക്ഷകനായി മാത്രം അംഗീകരിച്ചാൽ പോരാ, പിന്നെയോ കർത്താവായി ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്ന കർത്താവായി യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം. കർത്താവെന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് കർത്തൃത്വം ചെയ്യുന്നവൻ, നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം ചെയ്യുന്നവൻ, പരിപാലിക്കുന്നവൻ, നമ്മെ നടത്തുന്നവൻ ആദിയായ അർത്ഥങ്ങളാണ് കർത്താവ് എന്ന വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഇന്ന് പലരെയും പാപം കർത്തൃത്വം ചെയ്യുന്നു, പാപം അടക്കി വാഴുന്നു, മദ്യം അടക്കി വാഴുന്നു, പുകവലി അടക്കി വാഴുന്നു, ജഡത്തിന്റെ ക്രിയകൾ അടക്കി വാഴുന്നു. ഇപ്രകാരം നമ്മെ അടക്കി വാഴുന്ന പാപത്തിൽ നിന്നും വിടുതൽ നേടിക്കൊണ്ട്, നമ്മെ അടക്കി ഭരിക്കുന്ന പിശാചിൽ നിന്ന് വിടുതൽ നേടിക്കൊണ്ട്, ജഡത്തിന്റെ പ്രവൃത്തിയിൽ നിന്നും വിടുതൽ നേടിക്കൊണ്ട്, പാപത്തിന്റെ പ്രവൃത്തിയിൽ നിന്നും മോചനം നേടിക്കൊണ്ട്, അപ്പോൾ ചോദിക്കാം, എങ്ങനെ വിടുതൽ നേടുവാൻ സാധിക്കും എന്ന ഒരു ചോദ്യം ഒരുപക്ഷെ കടന്നു വരാം. റോമാലേഖനത്തിൽ അതിനുള്ള വിശദീകരണം കൊടുക്കുന്നുണ്ട്. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിലപിക്കുന്ന തന്റെ ഒരു വിലാപ വാചകമായി നമുക്കവിടെ കാണാൻ കഴിയുന്നത്, എനിക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹം ഉണ്ട്. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, എന്റെ മനസ്സിന്റെ ആഗ്രഹം നന്മ ചെയ്യണമെന്ന, പക്ഷേ എന്റെ ജഡത്തിന്റെ ആഗ്രഹം നേരെ തിരിച്ച. അതുകൊണ്ട് നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ അത്രേ ഞാൻ
ചെയ്യുന്നത്. എന്നിട്ട് താൻ തുടരുക, ഞാനല്ല അത് ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന, അതില്ലെങ്കിൽ എന്നിൽ കർത്തൃത്വം നടത്തുന്ന പാപമത്രേ അത് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും താൻ തുടരുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. താൻ അയ്യം വിളിക്കുക, നെഞ്ചത്തടിച്ച് അയ്യം വിളിച്ചു പറയുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? വിലപിക്കുന്ന ഒരു മനുഷ്യൻ. നന്മ ചെയ്യുവാനാണ് ഹൃദയത്തിന്റെ മനസ്സിന്റെ 100% ആഗ്രഹം. നന്നായി ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ദോഷപ്രവൃത്തി ചെയ്യാതെ ജീവിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷേ സാധിക്കുന്നില്ല. സാധിക്കാത്ത ഒരവസ്ഥാവിശേഷം. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിലാപ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ആ ചോദ്യത്തിനുള്ള മറുപടി അവിടെ കാണുന്നു. അതിന്റെ തൊട്ടു താഴെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആ ജയം തരുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുമ്പോൾ നമുക്ക് അവിടെ ജയം പ്രാപിക്കുവാൻ കഴിയുന്നു എന്ന് വചനം പറയുന്നു. വിടുതൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ എല്ലാറ്റിന്റെയും കർത്തൃത്വം കർത്താവായ യേശുക്രിസ്തുവിനായിരിക്കണം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ മനസ്സിലാക്കുന്നു. അങ്ങനെ ആയിരിക്കാൻ നമ്മെ ഓരോരുത്തരെയും, എന്നെയും വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അതിനുവേണ്ടി സഹായിക്കട്ടെ. ഏറ്റുപറയുവാൻ ഇടയാകട്ടെ ദൈവത്തിന്റെ സന്നിധിയിൽ. അവൻ എന്റെ കർത്താവ്, നമ്മുടെ ജീവിതത്തിന്റെ നായകൻ, അവൻ കർത്താവായിരിക്കട്ടെ. യേശു നമ്മുടെ പാപത്തിന്റെ രക്ഷകൻ മാത്രമല്ല, നമ്മുടെ ശാപത്തിന്റെ മോചകൻ മാത്രമല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായി, നമ്മുടെ ജീവിതത്തിന്റെ നായകനായിരിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. നമ്മുടെ കേരളത്തിലേക്ക് പോയാൽ, കേരളത്തിൽ മിക്കവാറും ക്രൈസ്തവരുടെ എല്ലാം വീട്ടിൽ എഴുതി വച്ചേക്കുന്ന ചില ബോർഡുകൾ നമുക്ക് കാണാം. വീടിന്റെ മുമ്പിൽ ക്രിസ്തു ഈ വീടിന്റെ നായകൻ. അത് വളരെ ബുദ്ധിപൂർവമായി എഴുതി വെച്ചിരിക്കുന്നത്. അത് വെച്ചിരിക്കുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. കട്ടളപ്പടിയുടെ പുറത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. വീടിനകത്തല്ല, കട്ടടപ്പടിയുടെ പുറത്ത് എഴുതി വെച്ചിരിക്കുക. കയറി ചെല്ലുമ്പോൾ സിറ്റ് ഔട്ടിൽ അതിരിപ്പുണ്ട്. സിറ്റ് ഔട്ടിൽ വീട് നായകനാണെങ്കിലും ശരി, സിറ്റ് ഔട്ടിൽ വരെ സ്ഥാനമുള്ളൂ, അകത്തോട്ട് കയറാൻ പാടില്ല എന്ന അതിന്റെ മറുവശം. അകത്തൊരുപക്ഷെ കർത്താവ് അബദ്ധവശാൽ ഒന്ന് എത്തി നോക്കിപ്പോയാൽ, അകത്തെ പരിപാടികൾ കണ്ടാൽ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന കർത്താവിനെ ആയിരിക്കും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം യേശുവിനായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജീവിതം അർത്ഥപൂർണമായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ഈ രക്ഷ ലഭിക്കുവാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം എന്ന് വചനത്തിലൂടെ നമുക്ക് ആ ഭാഗം കാണുവാൻ കഴിഞ്ഞു. ഇനി അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മൾ വന്നാൽ, പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് നമുക്ക് കാണാം. വേറെ ഏത് നാമം വിളിച്ചപേക്ഷിച്ചാലും രക്ഷയില്ല കേട്ടോ. വചനം കർക്കശമായി പറയുന്നു, രക്ഷപ്പെടുവാൻ ഒരൊറ്റ
ഒരൊറ്റ നാമം വിളിച്ചപേക്ഷിച്ചാൽ മാത്രമേ രക്ഷ പ്രാപിപ്പാൻ കഴിയുള്ളൂ. മധ്യസ്ഥരെ വിളിച്ചാൽ രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. അമ്മ മറിയെ വിളിച്ചാൽ രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, പുണ്യാളന്മാരെ വിളിച്ചാൽ, അപ്പോസ്തലന്മാരെ വിളിച്ചാൽ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ കൈവശമാക്കാമെന്ന് ദൈവത്തിൽ നിന്നും ദാനമായി ആ രക്ഷ നമുക്ക് ലഭിക്കുന്നു എന്ന് നമുക്ക് കാണാനായി കഴിയുന്നു. ഇത് ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ഒന്നും ക്രെഡിറ്റ് കൊണ്ടോ, നമ്മുടെ ഒന്നും മെറിറ്റ് കൊണ്ടോ, നമ്മുടെ കുടുംബ മഹിമ കൊണ്ടോ, ശ്രേഷ്ഠത കൊണ്ടോ, നമ്മുടെ സൗന്ദര്യം കൊണ്ടോ ഒന്നുമല്ല ഇത് കരസ്ഥമാക്കാൻ കഴിയുന്നത്. പിന്നെയോ ദൈവത്തിന്റെ ദാനം. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം അപ്പോസ്തലരോട് ചേർന്ന് നമുക്കും പറയുവാൻ കഴിയട്ടെ, ദൈവമേ, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം എന്റെ ദൈവത്തിന് സ്തോത്രം. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങളും കാരണമല്ല, നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല. പിന്നെ എന്താണ് അവിടെ പറയുന്നത്? ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ദൈവത്തിന്റെ ദാനം. അവിടെ പറയുന്നു, കൃപയാൽ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നമ്മൾ കാരണമല്ല, നമ്മുടെ പ്രവൃത്തി കാരണമല്ല, പിന്നെയോ അത് ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് ഈ രാത്രികാലം നമുക്കും പറയാമോ, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. വരുവാൻ പോകുന്ന ശിക്ഷയിൽ നിന്ന്, ആ ന്യായവിധിയിൽ നിന്ന്, നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ആത്മരക്ഷ സൗജന്യമായി ദൈവം നൽകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രമർപ്പിക്കുവാൻ ധാരാളം വസ്തുതകൾ നമുക്ക് അക്കമിട്ട് പുള്ളിയിട്ടെടുത്ത് പറഞ്ഞ് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാനായി കഴിയും. ഈ ദാനത്തിന്റെ, ഈ ആത്മാവിന്റെ, ഈ രക്ഷയുടെ വില ആർക്കെങ്കിലും അറിയാമോ? നമ്മുടെ ശരീരത്തിന് ഒരുപക്ഷെ വലിയ വില ഉണ്ടെന്ന് വരികയില്ല. ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞൻ മനുഷ്യന്റെ ശരീരത്തെ എല്ലാം വിശകലനം ചെയ്തതിന് ശേഷം അതിനെ വകതിരിച്ച് അതിനൊരു വില നിർണയിച്ചു. ആ ശാസ്ത്രജ്ഞന്റെ പേരായിരുന്നു ചാൾസ് എസ് മായോ. ഈ ശാസ്ത്രജ്ഞനായ ചാൾസ് മായോ താൻ അത് കണ്ടുപിടിച്ചത് അന്നത്തെ വില നിലവാര പട്ടിക അനുസരിച്ച് മനുഷ്യന്റെ ശരീരം മൊത്തം താനെടുത്ത് വില നിർണയിച്ചപ്പോൾ താൻ അതിന് കൊടുത്ത വില നമ്മുടെ നാട്ടിലെ രൂപയുടെ കണക്കിൽ പറയാം 6 രൂപ 45 പൈസയുടെ സാധനങ്ങളായിരുന്നു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉള്ളത്. എല്ലാം കൂടെ അരച്ചടിച്ച് പൊടിച്ച് ഉരുക്കിയൊക്കെ എടുത്താൽ ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള ചുണ്ണാമ്പ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് കിട്ടും. കുറെ തീപ്പെട്ടിക്കുള്ളി ഉണ്ടാക്കാനുള്ള ഫോസ്ഫറസ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് കിട്ടും. പിന്നെ ചില സാധനങ്ങൾ എല്ലാം കൂടെ വില കൂട്ടി ഈ ചാൾസ് മായോ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു 6 രൂപ 45 പൈസ. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പാ. ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് 6 രൂപ 45 പൈസയുടെ സ്ഥാനത്ത് ഒരു 100 രൂപ കൂട്ടിക്കോ, അല്ലേ പോട്ടെ ഒരു 500 രൂപയോ അല്ലെങ്കിൽ ഒരു 1000 രൂപയോ കൂട്ടിക്കോ. എങ്കിലും ഇത്ര മാത്രമാണ് മനുഷ്യന്റെ വിലയെന്ന് ശാസ്ത്രം പറയുന്നു. എങ്കിലും ഈ 100 രൂപയോ 500 1000 രൂപയോ ചിലപ്പോൾ നടന്നു പോകുന്നത് കണ്ടാൽ, ഈ വിലയുള്ള മനുഷ്യൻ നടന്നു പോകുന്നത് കണ്ടാൽ ദൈവം തമ്പുരാനെ പോലും സ്വർഗത്തിൽ നിന്ന് വലിച്ച് നിലത്തിടുമെന്ന് തോന്നും. അവന്റെ നടത്തം കണ്ടാൽ നെഞ്ചു വിരിച്ച് കയ്യും വീശ് കാലുമാറ്റിയുള്ള മീശ വിരിച്ച് തലയും കുലുക്കിക്കൊണ്ടുള്ള പോക്ക് കണ്ടാൽ എന്റെ വില ലോകത്തിന് മതിക്കാൻ കഴിയാത്ത വില, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ പോലും താഴെ ഇറക്കാൻ എന്നെ
രീതിയിലുള്ള അഹംഭാവത്തോടെ, താനെന്ന ഭാവത്തോടെ നടക്കുന്ന മനുഷ്യൻ. മനുഷ്യ, നിന്റെ വില 6 രൂപ 45 പൈസ. ഇന്നത്തെ നിലവാരത്തിന് കൂട്ടിക്കോ, നീ ഒരു 500 രൂപയോ 1000 രൂപയോ കൂട്ടിക്കോ. ഈ വിലയുള്ള മനുഷ്യൻ ഈ പുറം തോടിനകത്ത്, മനുഷ്യന്റെ പുറം തോടിനകത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, മുഴു ലോകത്തെക്കാൾ വിലയുള്ള ഒരാത്മാവിനെ ദൈവം ദാനമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാ മനുഷ്യൻ വിലയുള്ളവനായി തീരുന്നത്. വചനം പറയുന്നു, ഒരാത്മാവിന്റെ വില, സർവലോകത്തെക്കാളും വിലയുള്ള ഒരാത്മാവ്. അതുകൊണ്ടാ ഒരു വ്യക്തി, ഈ നമ്മുടെ രാജ്യത്ത് കിടക്കുന്ന, ഈ നാട്ടിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും കിടക്കുന്ന, തെരുവിൽ കിടക്കുന്ന, ഭിക്ഷയാചിക്കുന്ന ഒരു മനുഷ്യൻ, ഭവനമില്ലാതെ റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ, ഓടയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യനും ദൈവത്തിൽ, സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന വില ഈ മുഴു ലോകത്തെക്കാളും വിലയുള്ളതാ. അതുകൊണ്ട് ഓടയിൽ കിടക്കുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടാൽ സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്ന ദിവസമായിരിക്കും ആ ദിവസം. മുഴു സ്വർഗത്തെയും സന്തോഷിപ്പിക്കുന്ന, സന്തോഷമുദിക്കുന്ന ദിനമാണ് ഒരാത്മാവിന്റെ വീണ്ടെടുപ്പെന്ന് പറയുന്നത്. ആ ആത്മാവ് നമ്മുടെ ഈ തോടിനകത്തിരിപ്പുണ്ട്. ആ സത്യം പലരും മറന്നുപോയിട്ടാണ് ഓരോ ദിവസവും ജീവിച്ചു തീർക്കുന്നത്. നടപ്പ് കണ്ടാൽ ഇന്നൊന്നും ആയുഷ്കാലത്ത് മരിക്കയില്ലെന്ന് തോന്നും, നിത്യമായി ഭൂമിയിൽ പാർക്കുകയാണെന്ന് തോന്നും. നടപ്പ് കണ്ടാൽ ഈ ശരീരത്തിനുള്ളിൽ ഒരാത്മാവിരിക്കുന്നു, മുഴു ലോകത്തേക്കാൾ വിലപിടിപ്പുള്ളത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന ഒരു ചോദ്യം ദൈവത്തിന്റെ വചനത്തിൽ അടിവരയിട്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മുഴു ലോകത്തേക്കാൾ വിലപിടിപ്പുള്ളതായ ഒരാത്മാവ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഓരോരുത്തരും ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പാകെ വിലയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിലാക്കിയിരിക്കുന്ന ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനെ ഒരു ത്രാസിന്റെ തട്ടിൽ വെച്ച് ഈ മുഴു ലോകത്തെയും കൂടി ആ ത്രാസിന്റെ മറ്റേ തട്ടിലും വെച്ചാൽ സ്വർഗം സന്തോഷിക്കുന്നത് നിന്റെ ആത്മാവിരിക്കുന്ന തട്ടാണ് സ്വർഗം കാണുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആത്മാവിന്റെ വില മുഴു ലോകത്തെക്കാളും വിലയുള്ളതൊരാത്മാവ്. ഈ ആത്മാവിന്റെ രക്ഷ പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല. കാരണം ഇത് വിലയേറിയതായതുകൊണ്ടാണ്. നമ്മൾ കണ്ടല്ലോ, ഈ ആത്മാവിന്റെ വില എന്ന് പറയുന്നത് സർവ്വലോകത്തെക്കാളും വിലപിടിപ്പുള്ളതാണ്. അപ്പൊ സർവ്വലോകത്തെക്കാളും വിലപിടിപ്പുള്ള ഒരാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ആ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ കൊണ്ടുപോയി, കയ്യിലൊത്തിരി പണമുള്ളത് കൊണ്ട് നീ കൊണ്ടുപോയി ഒരു 100 കോടി രൂപ അല്ലെങ്കിൽ $1 മില്യൺ $1 ബില്യൺ നിനക്കുണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് കൊടുത്തിട്ട് എന്റെ ആത്മാവിന് രക്ഷ തരാൻ മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ മാർഗമില്ല. കാരണം നിന്റെ ആത്മാവിന്റെ വിലയെന്ന് പറയുന്നത് $1 ബില്യൺ അല്ല, സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ്. സർവ്വലോകത്തെക്കാളും വിലയുള്ളതാകിയാൽ അതിന് വില കൊടുപ്പാൻ മറ്റ് യാതൊരു വസ്തു ഈ ഭൂമുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിലൂടെ ഓർപ്പിക്കുന്നത്. പൊന്ന്, വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. കാരണം അതെല്ലാം ഈ ഭൂമിയിലെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാണ്. അതുകൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ, പിന്നെ പറയുന്ന പദപ്രയോഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. ആ വിലയേറിയ എന്ന വാക്ക് എത്ര അതിനെ വലിച്ചു നീട്ടാൻ പറ്റുമോ അത്ര വലിച്ചു നീട്ടിയൊന്ന് പറഞ്ഞു നോക്കിക്കേ. ആ വില ലോകത്തിൽ മറ്റൊന്നിനുമില്ല. അതുകൊണ്ട് ആ വചനം പറയുന്നത് ക്രിസ്തുയേശുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലാണ്
നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന്റെ രക്ഷ ദൈവം ദാനമായി വെച്ചിരിക്കുന്നത്. ഈ വിലയേറിയ ആത്മാവിന്റെ രക്ഷ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നമുക്ക് നൽകുന്നു. കാരണം അതിന് വില കൊടുപ്പാൻ മറ്റൊന്നിനും കഴിയാത്തത് കൊണ്ട്. അതുകൊണ്ട് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് അനവധി സ്തോത്രം ചെയ്യുവാൻ ഈ രാത്രികാലം നമുക്കിടയായി തീരട്ടെ. മറ്റൊരു പ്രാധാന്യമേറിയ ദാനത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നതായ ഒരു വിഷയം, നിക്ഷേപമായ ദൈവത്തിന്റെ ദാനമായ ഒരു വസ്തുത. ആ വസ്തുതയെക്കുറിച്ച് അവിടെ എടുത്തു പറയുന്നത് ഈ അത്യന്ത ശക്തി. ആ ശക്തിയുടെ പ്രത്യേകത, അത് അത്യന്ത ശക്തിയാണ്. ഇത് അത്യന്ത ശക്തി ആയതുകൊണ്ട് ഇത് വിലയേറിയതായി ദൈവത്തിന്റെ വചനം പറയുന്നു. അത് നമ്മുടെ മൺപാത്രങ്ങളിൽ ദൈവം ദാനമായി പകർന്നു തന്നതാ. അതിന് വില കൊടുക്കുവാൻ കഴിയില്ല. ലോകത്തിലുള്ള യാതൊരു ശക്തിക്കും അതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയാത്തതാണ് ഈ അത്യന്ത ശക്തി. ഇതാണ് തൃത്വത്തിൽ മൂന്നാമനായ, ദൈവത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമായി ഈ കാലങ്ങളിൽ മനുഷ്യനിൽ പകർന്നുകൊണ്ടിരിക്കുന്ന ആ അത്യന്ത ശക്തി. ആ അത്യന്ത ശക്തി ഈ ഉടഞ്ഞു പോകാൻ ഈ മൺപാത്രങ്ങളിൽ ലോകത്തെക്കാളും വിലയുള്ള ആത്മാവിന്റെ നടത്തിപ്പിന് വേണ്ടി, അതിന്റെ ബലത്തിനു വേണ്ടി നമ്മുടെ ഉള്ളിൽ ഈ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നു, ദാനമായി പകർന്നിരിക്കുന്നു. ഇത് പ്രാപിക്കണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ദാനമാണെന്ന് വിചാരിച്ച് അത് വെറുതെ കിട്ടുന്നതല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഇത് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വായിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ നമുക്കത് വായിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഒരു അവസാന ഭാഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് നാം കാണുന്നത് ആദ്യമായി ആത്മപകർച്ച ലോകത്തിൽ ഉണ്ടായ കാര്യത്തെക്കുറിച്ച് അവിടെ വിവരിക്കുക. അന്നുവരെ ഭൂമി കണ്ടിട്ടില്ലാത്ത ഒരു വിഷയം. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ അന്നുവരെ, അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകത്തിൽ ഒരു കുഞ്ഞിനും കാണാനും കേൾക്കാനും കഴിയാതിരുന്നതായ ഒരു ആത്മപകർച്ച തൃത്വത്തിൽ മൂന്നാമനായ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഒരു രൂപം, ദൈവത്തിന്റെ ഒരു പകർച്ചയുടെ ഒരു പ്രകാശം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഒരാത്മ പകർച്ച നമുക്കവിടെ കാണാം. ലോകത്തിലുണ്ടായ കാര്യം അവിടെ വിവരിക്കുന്നു. 120 പേർ അടങ്ങുന്ന ഒരു കൂട്ടം, 12 അപ്പോസ്തലന്മാർ, യേശുവിന്റെ അമ്മ മറിയ, കൂടാതെ 107 പേർ. ഇങ്ങനെ 120 പേർ അടങ്ങുന്ന ഒരു കൂട്ടം യെരുശലേമിൽ മർക്കോസിന്റെ മാളികയിൽ, ഭവനത്തിൽ, അവിടെ സെഹ്യോൻ മാളിക എന്ന് പറയുന്ന സ്ഥലത്ത് പെന്തക്കോസ്ത് നാളിൽ കാത്തിരിക്കുന്ന അവസ്ഥയിൽ നാം വചനം വായിക്കുന്നത്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം. അത് കഴിഞ്ഞ് അവർക്ക് കാണുവാൻ കഴിയുന്ന പോലെ അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ കണ്ണിന്റെ മുമ്പിൽ പ്രത്യക്ഷമായി എന്നവിടെ എഴുതിയിരിക്കുന്നു. അത് അവിടെ ഇരുന്ന ഓരോരുത്തരുടെ മേലും എന്ന് പറഞ്ഞാൽ 120 പേർക്കും വ്യക്തിപരമായി അവരുടെ ശരീരത്തിൽ, അവരുടെ ഉള്ളിലേക്ക് അത് പതിഞ്ഞ് ആഴ്ന്നിറങ്ങുവാൻ ഇടയായി തീർന്നു. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നു. 120 പേർ.
ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദം ഏറെക്കുറെ അവിടെ നിന്നും സുമാർ 2 മൈൽ ദൂരത്തിൽ യെരുശലേം ദേവാലയത്തിൽ എത്തിയപ്പോൾ ആ ശബ്ദതരംഗം 2 മൈലോളം ദൂരത്തിലുള്ള യെരുശലേം ദേവാലയത്തിൽ എത്തിയപ്പോൾ യെരുശലേം ദേവാലയത്തിൽ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിച്ചുകൊണ്ടിരുന്ന യഹൂദന്മാർ അവര് ദേവാലയം വിട്ടതിന് ശേഷം ഈ മർക്കോസിന്റെ വീടിന്റെ അടുത്തേക്ക് ഓടിക്കൂടാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ചു. അവരവിടെ ഓടിക്കൂടി. അവർ കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച അവരെ അത്ഭുത പരതന്ത്രരാക്കി തീർത്തു എന്ന ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നു. അവർ ചോദിക്കുക ഇതെന്താണെന്നുള്ള ചോദ്യം അവരുടെ ഒക്കെ 100 വായിൽ നിന്നും, ആയിരക്കണക്കിന് ആൾക്കാരുടെ വായിൽ നിന്നും ഈ ശബ്ദം പുറത്തേക്ക് വന്നു. ഇതെന്തുവാ ഇവിടെ സംഭവിക്കും, ഞങ്ങൾ ഇതെന്തുവാ കാണുന്നത്, ഞങ്ങൾ ഇതെന്തുവാ കേൾക്കുന്നത് എന്നുള്ള ശബ്ദം. ആ വന്ന കൂട്ടത്തിൽ ആയിരക്കണക്കിന് ജനം വന്നതിൽ ഒരു കൂട്ടർ വിളിച്ചു പറഞ്ഞു, ഇവരെ പുതിയ വീഞ്ഞു കുടിച്ച് മത്തരായിട്ടിരുന്ന് ശബ്ദം ഉണ്ടാക്കുക. എന്നാൽ മറ്റൊരു കൂട്ടർ പറഞ്ഞു, ഇവർ ദൈവത്തിൽ നിന്നും വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്ന മനുഷ്യരാ. ഇനി മൂന്നാമതൊരു കൂട്ടർ ചോദിച്ചു, സഹോദരന്മാരെ, ഇത് ഞങ്ങൾ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? 3 കൂട്ടരായി ജനം പിരിഞ്ഞു. മാത്രമല്ല, പിരിയാൻ വന്ന പ്രധാനപ്പെട്ട കാരണം ഇവർ ഏകദേശം 10-16ഓളം ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഈ ആയിരക്കണക്കിന് ജനങ്ങൾ മർക്കോസിന്റെ വീട്ടിലേക്ക് ഓടി വന്നത്. ആ ഓടി വന്ന ഈ 16 ഭാഷകൾ സംസാരിക്കുന്നവർക്കും അവരവരുടെ ഭാഷയിലാണ് അവർക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. ആദ്യമായി പരിശുദ്ധാത്മ പകർച്ച ഈ ഭൂമിയിൽ ഉണ്ടായപ്പോൾ 3 അഭിപ്രായം വചനത്തിൽ രേഖപ്പെടുത്തിയ 3 കൂട്ടർ. ആ 3 കൂട്ടരാണ് അവിടെ ഉണ്ടായിരുന്നു. ഇന്നും ഇതേ കൂട്ടരെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. അന്നുകൂടിയ ജനത്തിന്റെ ഒരു കൂട്ടർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളിത് കണ്ടു, ഞങ്ങളിത് കേട്ടു, ഇനി ഞങ്ങൾ എന്തു ചെയ്യണം? പത്രോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് ദൈവദാസന് കൊടുക്കാനുള്ള മറുപടി, നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം, മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ. ചിലർ പറയും ഇതൊരു നവീന, ഒരു പുതിയ ഉപദേശമാണെന്ന് ചിലർ പറയുന്നവരുണ്ട്. സ്നാനപ്പെടണം പോലും ഇത് പുതിയ ഉപദേശമല്ല, വളരെ പഴക്കമുണ്ട്. ഇതിന് 1-ാം നൂറ്റാണ്ടോളം പഴക്കമുള്ള വിഷയമാണ് ഈ കാര്യം. ദൈവത്തിന്റെ വചനത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്ന, ദൈവം ചെയ്യുവാൻ വച്ചിരിക്കുന്നതായ ഒരു ക്രിയയായി അപ്പോസ്തലൻ എടുത്തു പറയുന്ന ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് കൊടുത്ത മറുപടിയായിട്ടാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. സഭയുടെ തുടക്കത്തോളം ഇതിന് പഴക്കമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉപദേശിച്ച ഉപദേശം, താൻ സ്വീകരിച്ച ഉപദേശം, താൻ അനേകർക്ക് നൽകിയതായ ഉപദേശം, അപ്പോസ്തലന്മാർ സ്വീകരിച്ച ഉപദേശം, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ഉപദേശം, അവർ പഠിപ്പിച്ച ഉപദേശം, അവർ പ്രയോഗത്തിൽ കൊണ്ടുവന്നതായ ഉപദേശം, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അപ്പോ ചിലർ പറയും, ഞങ്ങൾ സ്നാനപ്പെട്ടതാ, ബാല്യപ്രായത്തിൽപ്പെട്ടതാ, ഞങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്ന സമയത്ത് ഞങ്ങളുടെ തലതൊട്ടപ്പൻ എന്നെ കയ്യിലെടുത്ത് ചെയ്തതാണെന്ന് എന്റെ അപ്പനും അമ്മയും തലതൊട്ടപ്പനും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടതാ ബാല്യപ്രായത്തിൽ. അല്ല, പത്രോസിന്റെ ഉപദേശം അങ്ങനെയാണോ? പത്രോസ് കൊടുത്ത ഉപദേശം അങ്ങനെയല്ല. പത്രോസ് കൊടുത്ത ഉപദേശത്തിന്റെ ആദ്യ പടി താൻ പറഞ്ഞത്, എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം, നിങ്ങൾ മാനസാന്തരപ്പെടണം, അഥവാ നിങ്ങൾ രക്ഷിക്കപ്പെടണം, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. അങ്ങനെ മാനസാന്തരപ്പെട്ട, രക്ഷിക്കപ്പെട്ട, വീണ്ടും ജന്മ
മാനസാന്തരം പ്രാപിച്ച വ്യക്തി അതിന്റെ തൊട്ട് പുറകെ സ്നാനപ്പെടണം. ഇതാണ് വ്യവസ്ഥ. അങ്ങനെയല്ലേ? ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിക്കേ, എത്ര വ്യക്തമായിട്ട് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. ഓരോരുത്തരും ചെയ്യാനുള്ള കാര്യമാണ് കേട്ടോ. വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മാനസാന്തരപ്പെട്ട ഓരോരുത്തരും അവരവരായി തന്നെ സ്നാനപ്പെടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. 28 ദിവസം പ്രായമുള്ള കുട്ടിക്ക് മാനസാന്തരപ്പെടാൻ പക്വതയില്ല എന്ന് നമുക്കറിയാം. അതിന് തിരിച്ചറിവില്ല എന്ന് നമുക്കറിയാം. അതിന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് വിളിച്ചു ചോദിക്ക്, എന്റെ കുഞ്ഞെ, നീ മാനസാന്തരപ്പെട്ടോ എന്ന് ചോദിച്ചാൽ, നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞോ എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു രക്ഷിതാവാണെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഒന്നുകിൽ ആ കൊച്ചു ചിലപ്പോൾ ചിരിച്ചു കാണിക്കും, അല്ലെങ്കിൽ ആ കൊച്ചു ചിലപ്പോൾ കരഞ്ഞു കാണിക്കും. അതിന് മാനസാന്തരപ്പെടുവാനുള്ള ത്രാണി ആ കുഞ്ഞിനില്ല. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് നൽകുന്ന സ്നാനം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള സ്നാനമാണ് എന്ന് നമുക്ക് കാണാനായി കഴിയും. ബൈബിൾ വ്യക്തമായി അത് പഠിപ്പിക്കുന്നതായി നാം കാണുന്നു. പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ മകന് വേണ്ടി അപ്പൻ സ്നാനപ്പെട്ടാൽ പോരാ, അപ്പന് വേണ്ടി മകനും സ്നാനപ്പെട്ടാൽ പോരാ. സ്നാനപ്പെടുമ്പോൾ മാമോദീസ കൈക്കൊള്ളുമ്പോൾ ഇപ്രകാരം ഏറ്റുപറയാറുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ കൈക്കൊണ്ട് പാപങ്ങളുടെ മോചനത്തിന് മാമോദീസ ഒന്നു മാത്രം എന്ന് വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയും. ആ ഏറ്റുപറയുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരാ ഏറ്റുപറയുന്നത്? ആ കുഞ്ഞൊരിക്കലും ഏറ്റുപറയത്തില്ല, തലതൊട്ട് അപ്പനാ ഏറ്റുപറയുന്നത്. എന്നാൽ വചനം പറയുന്നു അത് പോരാ, ഓരോരുത്തൻ മകന് വേണ്ടി അപ്പൻ പറഞ്ഞാൽ പോരാ. ബൈബിൾ വ്യക്തമായി പറയുന്നു, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ല് പുളിക്കുമോ? അപ്പൻ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ, മോനെ ഞാൻ വയറ് നിറയെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇനി ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ മോന്റെ വയറതുകൊണ്ട് നിറയുമോ? ഇല്ല. ബൈബിൾ വ്യക്തമായി പറയുന്നു ഓരോരുത്തൻ മാനസാന്തരപ്പെടണം. അപ്പൻ മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെട്ടാൽ അപ്പന് ഗുണമുണ്ട്, മകൻ മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെട്ടാൽ മകന് ഗുണമുണ്ട്. ഇതാണ് സത്യവചനം, ഇതാണ് ബൈബിൾ സത്യം. ഈ സത്യത്തെ നിഷേധിക്കുവാൻ ഒരൊറ്റ വ്യക്തിക്കും ദൈവം അവകാശം കൊടുത്തിട്ടില്ല. സ്നാനം സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയമമാണ്. ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. ഇത് ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഒരു ഉപാധിയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ചിലർ പറയും ഞങ്ങൾ പെന്തക്കോസ്തിൽ ചേരത്തില്ലെന്ന്. പെന്തക്കോസ്തിൽ ചേരാനല്ല, അതിനിടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഞാൻ ഇതുവരെ പെന്തക്കോസ്ത് ചേർന്നിട്ടില്ല, പക്ഷേ പെന്തക്കോസ്ത് ഇങ്ങോട്ട് വന്ന് ചേരുകയാ ചെയ്യുന്നത്. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാം നാള്, 50-ാമത്തെ ദിവസം നടക്കുന്നതായ ഒരു പെരുന്നാൾ, അതാണ് പെന്തക്കോസ്ത് പെരുന്നാൾ, 50-ാം നാൾ. അന്ന് ഈ ദൈവത്തിന്റെ അത്യന്ത ശക്തി, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാം ദൈവത്തിന്റെ ശക്തി അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ ദിവസം പെന്തക്കോസ്ത് സഭയിൽ നമ്മൾ ചേർന്നതല്ല, പെന്തക്കോസ്തിന്റെ അനുഭവം നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയായിരുന്നു. ഇത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് മാനസാന്തരപ്പെട്ടതിന് ശേഷം മർക്കോസ് 16:16 വായിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൽപ്പനയാണ് എന്ന് വചനം പറയുന്നു. മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന
പദം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് ഒരു അന്തമില്ലാത്ത ഒരു ശക്തിയാ, അത്യന്തമായ ഒരു ശക്തി, അളക്കാൻ കഴിയാത്ത ഒരു ശക്തി, കിലോവാട്ട് കൊണ്ട്, ഹോഴ്സ് പവർ കൊണ്ട് അളക്കുവാൻ ലോകത്തിലെ എല്ലാ ശക്തിയും അതുകൊണ്ട് അളക്കുവാൻ കഴിയുമെങ്കിലും ഇതിന്റെ പ്രത്യേകത ഇത് അത്യന്ത ശക്തിയാണ്, അളക്കുവാൻ കഴിയില്ല. ഇത് ദാനമായി ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ ശക്തി മനുഷ്യനെ തേടി, മനുഷ്യന്റെ ഇടയിൽ, കണ്ണുവയ്ക്കുന്നതിനിടയിൽ ഈ നക്ഷത്ര മണ്ഡലത്തിനും അപ്പുറത്ത് മനുഷ്യനെ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ കൊണ്ടുപോയി എത്തിക്കുവാൻ ശക്തിയുള്ളതാണ് ഈ അത്യന്ത ശക്തി. ഈ അത്യന്ത ശക്തി ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഒരു വസ്തുതയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ, അത് ദൈവത്തിന്റെ ദാനം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷ, അത് ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിൽ നിന്നും നരകത്തിൽ നിന്നും നരകത്തീയിൽ നിന്നും നമുക്ക് വേണ്ടി ഒരു നിത്യജീവൻ ദൈവം ദാനമായി തന്നു. ആ നിത്യജീവൻ ദാനമായി തന്ന ദൈവം നമുക്ക് വേണ്ടി ഒരു ജീവരക്ഷ ദാനമായി തന്നു. ആ ജീവരക്ഷ ദാനമായി തന്ന ദൈവം നമുക്ക് വേണ്ടി ഒരു അത്യന്ത ശക്തി നമുക്ക് വേണ്ടി ഈ മൺകൂടാരങ്ങളിലേക്ക് പകർന്നു തന്നു, ദൈവത്തിന്റെ ദാനമായി. രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ അനുഭവത്തിൽ ആർക്കെങ്കിലും വരുവാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പറഞ്ഞു തീരാത്ത ദാനം പ്രാപിക്കുവാൻ, ദൈവത്തോട് അപേക്ഷിക്കുവാൻ, നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. ദൈവം ഈ രാത്രികാലം ഈ പറഞ്ഞു തീരാത്ത ദാനങ്ങളാൽ എല്ലാവരെയും നിറച്ച് അനുഗ്രഹിച്ച് ദൈവത്തിന്റെ അളവറ്റ ദാനത്താൽ ഈ രാത്രികാലം നമ്മെ നിറച്ച് അനുഗ്രഹിക്കുകയും ദൈവത്തിന്റെ ആത്മാവിൽ ഓരോ ദിവസവും നമ്മെ വഴി നടത്തി ക്രിസ്തീയ ജീവിതം ജയകരമായി തീർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രികാലം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്പ സമയം കാണുമോ ലൈനില്? ഉണ്ട്. ദൈവമക്കളെ, നമ്മൾ ഇന്ന് ദൈവത്തിന്റെ വചനം, വളരെ ശക്തമായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണല്ലോ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് നേരത്തെ പഠിച്ച അതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതിന്റെ നേരത്തെ ഉള്ള ഷെയറിംഗ് ആയിട്ട് തൊട്ട് കേൾക്കുവാണെങ്കിൽ ഇത് നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതെ, 420 491 564. പിന്നെ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഞാനത് അന്നേരം കേട്ടില്ല, അതുണ്ട്. പിന്നെ ഇന്നത്തേതും കൂടെ കേൾക്കുവാണെങ്കിൽ നമുക്കിത് വളരെ നല്ലതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതൊരു ചെറിയൊരു വാക്യമാണല്ലോ നമ്മളിന്ന് വായിച്ചത്. ആ ചെറിയ വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ് കുറിവാക്യം. പറഞ്ഞു തരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ആ പറഞ്ഞു തരാത്ത ദാന നിമിത്തം എന്ന് പറയുമ്പോൾ ഇത് വളരെ ആഴമായിട്ടുള്ള ഒരു, നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ വാക്യമേ ഉള്ളൂ, എന്നാൽ ഇതിനകത്ത് വളരെ കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഭൗമികമായിട്ടുള്ള ദാനത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു. ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവർക്ക് ജീവിക്കാനുള്ള സകല കാര്യങ്ങളും ഭൂമിയിൽ സൃഷ്ടിച്ച് അവർക്ക് സുഖമായി ജീവിക്കുവാനുള്ള സൂര്യനെയും ചന്ദ്രനെയും ആ കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ടാണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. അത് നമ്മൾ വായിച്ചല്ലോ. അതെല്ലാം നോക്കി ദൈവം മനുഷ്യനെ വായു, ഭൂമിയിൽ ശ്വസിക്കാനുള്ള വായു, വെള്ളം കുടിക്കാനുള്ളത്, ഈ കാര്യങ്ങളെല്ലാം ഭൗമികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചിട്ടാണ് കർത്താവ് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. എന്നാൽ ഇന്ന് കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് ആത്മീകമായ ദാനങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് പഠിച്ചത്. ആത്മീകമായിട്ടുള്ള ദാനങ്ങൾ, അതും ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് ഓരോന്നും നമ്മൾ ലഭിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകത്തില്ല. നമ്മളത് ദൈവം തന്റെ പുത്രനെ, ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. യോഹന്നാന്റെ പുസ്തകം 3:16 അത് വായിക്കുന്നു. നമ്മൾ നശിച്ചു പോകാതെ നമുക്ക് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവ് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് നമുക്ക് തന്ന് ദൈവത്തിന്റെ നമ്മുടെ ആത്മാവിന്റെ രക്ഷ. അത് പലപ്പോഴും നമ്മളത് മനസ്സിലാക്കത്തില്ല. നമ്മുടെ ആത്മാവിന്റെ രക്ഷ എന്താണെന്നുള്ളതിനെ പറ്റി ഇന്ന് നമ്മൾ പഠിച്ചല്ലോ.
അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ പറ്റത്തുള്ളൂ. റോമാപുസ്തകം 10:9-10 പറഞ്ഞിരിക്കുന്നു, കർത്താവിന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പൗലോസ് പറയുന്ന റോമാപുസ്തകം 7-18 ഒക്കെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ തിന്മ മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ ആ പാപ സ്വഭാവം ഉള്ളത് കൊണ്ടാണ്. അതിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മൾ കർത്താവിനെ പൂർണ്ണമായിട്ട് നമ്മളെ വിശ്വസിക്കുകയും കർത്താവിനെ നമ്മൾ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ആ രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഏവനും രക്ഷിക്കപ്പെടുമെന്ന് അപ്പോസ്തല പ്രവൃത്തി 2:21 പറഞ്ഞിരിക്കുന്നു. അതും ഒരു ദൈവത്തിന്റെ ദാനമാണ്. എഫേസ്യർ 2:8 പറഞ്ഞിരിക്കുന്നത്, കൃപയാലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതും ദൈവത്തിന്റെ ഒരു ദാനമാണ്. ഈ രക്ഷ നമുക്ക് എത്രയും വിലയേറിയതായിട്ട് നമ്മളെ കൗണ്ട് ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാൽ, ചാൾസ് മയോ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഈ മൺകൂടാരത്തിന്റെ വില അന്ന് പഴയ കാലത്ത് കണക്കൂട്ടിയാൽ ഒരു $6.40 വിലയേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് അത് നമ്മുടെ ശരീരം നമ്മളൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു $1000 കിട്ടിയാലോ $1000 കിട്ടിയാലോ ഇതിനെന്താണ് വിലയുള്ളത്? എന്നാൽ ഇന്ന് മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഭാവത്തോടുകൂടി താഴ്മയില്ലാതെ അഹംഭാവത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ നമ്മൾക്ക് വിലയുണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഒരു ആത്മാവിനെ തന്നിട്ടുണ്ട്. ആ ആത്മാവിന്റെ വിലയാണ് അത് നമ്മളെ ഒരു മനുഷ്യനാക്കി തീർക്കുന്നത്. ആ ആത്മാവ് നമ്മളിലേക്ക് ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ആത്മാവിന്റെ വില ഈ മുഴുവൻ ലോകത്തിനെക്കാട്ടിലും വലുതാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മാവിന്റെ രക്ഷ നമുക്ക് എങ്ങനെ കിട്ടാവുന്നതാണ്? ആത്മാവിന്റെ രക്ഷ നമുക്ക് പണം കൊടുത്ത് മേടിക്കാൻ സാധിക്കുന്നതല്ല. സകല ലോകത്തെക്കാളും മുഴുവൻ വിലയുള്ളത് എത്ര ബില്യൺ വിലയാണ് സർവ്വലോകത്തിന് വിലയുള്ളത്. അതിനെക്കാട്ടിൽ അപ്പുറമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ആത്മാവിന്റെ വില. അതുകൊണ്ട് വെള്ളി, പൊന്നും, സ്വർണം ഒന്നും കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. ഇത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാനമാണ്. ഈ മൺപാത്രങ്ങളിൽ ദൈവം ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ പ്രാപിക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2:38 രണ്ടാമത്തെ മുഴുവൻ വായിച്ചാൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനകത്ത് 3 രീതിയിലുള്ള ആളുകളാണ് വന്നത്. ഇത് എങ്ങനെ പ്രാപിക്കാം? ഇത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്ന് മർക്കോസിന്റെ മാളികമുറിയിൽ കയറിയിരുന്ന എല്ലാവർക്കും തന്നെ ആത്മാവിന്റെ അഭിഷേകം. പുതുഭാഷകളിൽ അവർ സംസാരിച്ചു. അന്ന് 16 ഭാഷകളുണ്ട്. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുകയും ചെയ്യുന്നപ്പോൾ അനേകർ അവിടെ കടന്നുകൂടി. ഇത് എങ്ങനെ കിട്ടിയതാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ലാത്ത രീതിയിൽ അത് പണം കൊടുത്ത് വാങ്ങിക്കാവുന്നതല്ല പരിശുദ്ധാത്മാവ്. നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും മാനസാന്തരപ്പെട്ട് നമ്മൾ പാപം ഏറ്റുപറഞ്ഞ് നമ്മൾ സ്നാനമെടുക്കുകയും ചെയ്താൽ മാത്രം ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വരികയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ സ്നാനപ്പെടുന്നത് കർത്താവിനോട് ചേരുവാനാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പറയുമ്പോഴത്തേക്കിന് ഈ സ്നാനം എന്ന് പറയുമ്പോഴത്തേക്കിന് അവർക്കൊരു വലിയൊരു അത്ഭുതമാണ്. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത് അത് ദൈവത്തിന്റെ വചനപ്രകാരമുള്ള സ്നാനമല്ല. അത് മാതാപിതാക്കളാണ് അവിടെ പോയി ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറയുന്നത്. അവനവന്റെ പാപങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ടാൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് പ്രാപിക്കും. അത് നമ്മളെല്ലാവരും ഒന്നുകൂടി നമ്മളിത് കേൾക്കണം. നമ്മുടെ ആത്മാവിന്റെ രക്ഷ അതൊരു ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് പുത്രനെ നമുക്ക് തന്നത് അത് ദൈവത്തിന്റെ ദാനമാണ്. ഈ നിത്യജീവൻ നമുക്ക് നമ്മുടെ ഈ മൺകൂടാരങ്ങളിൽ തന്നിരിക്കുന്ന അതും ദൈവത്തിന്റെ ദാനം കൊണ്ടാണ്. നമുക്കെല്ലാവർക്കും ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമുക്കിതുപോലെ നമുക്ക് കർത്താവിനോട് ചേരുവാനായിട്ട് സ്നാനമെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്നാനപ്പെടാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈ അഭിഷേകം, ഈ രക്ഷ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിന് ഒരു വില വരുന്നത് നമ്മൾ കർത്താവിന്റെ മക്കളായി തീരുമ്പോഴാണ്. ആ രക്ഷ നമുക്ക് നേടണമെന്നുള്ളതായ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വരുവാനും ഈ അത്യന്ത ശക്തി, ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് വരണമേ എന്ന് നമുക്ക് ദൈവത്തോട് അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. ദൈവദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളും പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി അവര് ആയിരിക്കുന്ന നിലയിൽ ഒന്നും ജീവിച്ചാൽ പറ്റത്തില്ല. കർത്താവിന്റെ വരവിൽ നഷ്ടപ്പെട്ടു പോകാതെ എൻ്റെ കുഞ്ഞുങ്ങളും കർത്താവിന്റെ വരവിൽ കാണപ്പെടുവാനും കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കുവാനും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു. പാസ്റ്റർ, ദയവായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമക്കളെ എത്രയും പെട്ടെന്ന് നമ്മളെ കേട്ട വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചാട്ടെ. പാസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും.
ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയം കളയാതെ ലൈൻ അൺമ്യൂട്ട് ചെയ്തിട്ട് *1 പ്രസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തിട്ട് ദൈവസന്നിധി സമർപ്പിച്ചാട്ടെ. പാസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കേൾക്കാമോ പറയുന്നേ?